കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ കെ ആന്റണി കാലത്തെ കേരള പോലീസ് നടത്തിയ ചില അതിക്രമങ്ങൾ പരാമർശിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം കെ ആന്റണി ഒരു വാർത്താ സമ്മേളനം നടത്തുകയും തൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിശദീകരണത്തിൽ കെ ആന്റണി പരാമർശിച്ച ചില കാര്യങ്ങൾ വർക്കല പോലീസ് അതിക്രമം, മാറാട് കലാപം, മുത്തങ്ങ വെടിവയ്പ്, ഇതിൽ വർക്കല പോലീസ് അതിക്രമം എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതിനെക്കുറിച്ച് വിശദമായാണ് ബോണസ് കണ്ടന്റ് ഇത്തവണ പരിശോധിക്കുന്നത്. ഒരു സംഘം ചട്ടി പോലീസ് ഗുരുദേവ സ്മരണയെ തെറികൊണ്ട് അഭിഷേകം ചെയ്യുകയും സന്യാസിനിമാരെ ലാത്തി കൊണ്ട് അടിക്കുകയും രണ്ടുപേരുടെ സാരി വലിച്ചു കീറുകയും ചെയ്തപ്പോൾ ലോക്കൽ പോലീസിൽ ഒരു വിഭാഗം ആ പോലീസിനെ തടഞ്ഞു. ശിവഗിരി മഠത്തിലെ മദനിക്ക് എന്താ കാര്യം? ശിവഗിരി മഠത്തിൽ മദനിക്ക് എന്താണ് കാര്യം? കാരണം മാത്രമല്ല, ഇന്ന് അതൊരു ഹിന്ദു സന്യാസ കേന്ദ്രമാണ് എന്ന മട്ടിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുരളീധരന്റെ പ്രതികരണം കണ്ടപ്പോൾ അത് UDF തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ഈ പഴയ ചരിത്രം എത്ര പെട്ടെന്ന് ആളുകൾ മറന്നു പോകുന്നു എന്നുള്ളത് ഓർക്കുന്നു. മുരളീധരൻ അതെന്തായാലും മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസരിച്ച് അവർക്ക് വഴങ്ങിയേ മതിയാവൂ എന്നുള്ളതുകൊണ്ടായി. കെ ആന്റണിക്ക് അതുപോലും സഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇമേജിന്റെ തടവറയിൽ കിടക്കുന്ന മനുഷ്യനാണ്. ചെറിയൊരു പരാമർശം ഉണ്ടായാൽ പിന്നെ രാജിവെച്ച് അദ്ദേഹത്തിന് ഇമേജ് തെളിയിക്കേണ്ട ആവശ്യം വരും. മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് കെ ആന്റണി. അപ്പോൾ കെ ആന്റണിയുടെ കാലത്ത് അതിനു മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കെ ആന്റണി ഇപ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ആ സംഭവങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് റീകാലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അന്ന് വർക്കലയിൽ ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ ശിവഗിരി മഠത്തിൽ സംഭവിച്ചത് ശരിക്കും എന്താണ്? ശരിക്കും ഈ അന്നത്തെ തലമുറ എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ തലമുറയുടെ പ്രതിനിധിയായിട്ടൊന്നും തന്നെ അവതരിപ്പിക്കില്ല. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളതെല്ലാം കണ്ടുപോകുന്ന കാലം തന്നെയാണ് തീർച്ചയായും. അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ സമയത്ത് കേരള കൗമുദിയും കേരള ശബ്ദവും കുങ്കുമവും ഒക്കെ നിരന്തരം നമ്മൾ വായിച്ചു വരുന്നത് കൊണ്ട് ആ കാലത്തെ അവിടുത്തെ സംഭവങ്ങളുടെ ഒരു നേർചിത്രം നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നു. സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയായിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുമല്ലോ. ആ നിലയ്ക്ക് ആ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ വിലയിരുത്തി വന്നാൽ കഴിഞ്ഞ 30 വർഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ കാലമാണ്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് നടന്ന സംഭവങ്ങളെ അതിൻ്റെതായ കാര്യകാരണങ്ങളോടെ വിശദീകരിച്ചാൽ ചിലപ്പോൾ ഈ സമയത്ത് ഒട്ടും അതിനെ നമ്മുടെ യുക്തിക്ക് പിടികിട്ടാത്ത തലത്തിൽ തന്നെ അതിന് മാറ്റം ഉണ്ടാവും. കാരണം അന്ന് ആ സംഭവം അവിടെ നടക്കുമ്പോൾ അതിൽ ആരോപണ വിധേയരായി വരുന്നവരോ അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി വരുന്നവരോ ഒക്കെ അബ്ദുൽ നാസർ മദനി അടക്കമുള്ളവരാണ്, PDP എന്ന പാർട്ടിയാണ് എന്നൊക്കെ ഇപ്പോൾ നിന്ന് പറയുമ്പോൾ ആളുകൾക്ക് വലിയ കൗതുകം തോന്നും. ശിവഗിരി മഠത്തിലെ മദനിക്ക് എന്താ കാര്യം? ശിവഗിരി മഠത്തിൽ മദനിക്ക് എന്താണ് കാര്യം? കാരണം മാത്രമല്ല, ഇന്ന് അതൊരു ഹിന്ദു സന്യാസ കേന്ദ്രമാണ് എന്ന മട്ടിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിനുശേഷം ദീർഘകാലം മഠാധിപതിയായിരുന്ന പ്രകാശാനന്ദ ആവർത്തിച്ചത് ഒരു ഹിന്ദു സന്യാസ സങ്കേതമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ശാശ്വതികാനന്ദ ആവട്ടെ, ആ സമയത്തുണ്ടായിരുന്ന ആശ്രമത്തിന്റെ ഒരു പൊതുഘടനയാവട്ടെ, ഇതെല്ലാം അതിനെ ഒരു തരത്തിലും ഇതൊരു ഹിന്ദു ആശ്രമം എന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അത് അപ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല. അതിനു മുമ്പ്, അതായത് ശ്രീനാരായണ ഗുരു അദ്ദേഹം സ്ഥാപിച്ച 2 പ്രസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് SNDPയും പിന്നൊന്ന് ഈ ധർമ്മസംഘം ട്രസ്റ്റും. അപ്പൊ ഈ ധർമ്മസംഘം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹിന്ദു സംവിധാനമാണെന്നോ ഏതെങ്കിലും ജാതിയുടെ കള്ളിയിൽ ഒതുക്കാവുന്നതാണെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള വിശാലമായ ഒരു തലം അവിടെ ഉണ്ടായിരുന്നു. ശിവഗിരിയിൽ മുസ്ലിം പള്ളി വേണമെങ്കിൽ പണിത് കൊടുക്കാമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളതാണെന്നുള്ള ഓർക്കണം. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സങ്കേതമായിരുന്നു അത് എന്നുള്ളതാണ് ആ കാലത്തെ സാഹചര്യം. പക്ഷെ ആ സമയം എന്ന് പറയുന്നത് വലിയ ചടുലമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരുന്ന, ആളുകളുടെ ചിന്തയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. ദേശീയ തലത്തിൽ തന്നെ. കാരണം 92 ബാബറി മസ്ജിദ് തകർക്കുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യം. അപ്പൊ 95 എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആ ചേരിതിരിവൊക്കെ ഏതാണ്ട് ആ ടെൻഷൻ ഇങ്ങനെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോ ആ സമയത്ത് യഥാർത്ഥത്തിൽ ശിവഗിരിയിൽ സംഭവിക്കുന്നത് 53 സന്യാസിമാരുണ്ട്. അവിടെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന സന്യാസിമാർ. അതിൽ 11 പേര് ഒരു ഭാഗത്തും ബാക്കിയുള്ളവർ മറുഭാഗത്തും വരുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറി ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതിന് കാരണം ശാശ്വതികാനന്ദ വളരെ ഉഗ്രപ്രതാപിയായിരുന്നു. വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയമായി തന്നെ ഇടപെടൽ ശേഷിയുള്ള ആ കാലത്തെ ഒരു സന്യാസിയായിരുന്നു ശാശ്വതികാനന്ദ സ്വാമി. അപ്പോൾ അദ്ദേഹം
അദ്ദേഹം നിശ്ചയിക്കുന്ന പാനലിനപ്പുറത്തേക്ക് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും കടന്നു വരുമെന്ന് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. അപ്പൊ അദ്ദേഹം ഒരു പാനൽ തയ്യാറാക്കി, 11 പേരുടെ പാനൽ തയ്യാറാക്കി കൊടുത്തു. ആ പാനലിൽ അന്ന് ഒരു വിഭാഗത്തിന്റെ നേതാവ് എന്നറിയപ്പെട്ടിരുന്ന കൈവല്യാനന്ദ അടക്കമുണ്ട്. അപ്പൊ ഇവരെല്ലാവരും അവരെല്ലാം അടങ്ങുന്ന 11 പേരുടെ പാനൽ എന്ന നിലയ്ക്ക് വന്നു. അതല്ലാതെ സ്വതന്ത്രമായി മത്സര രംഗത്തേക്ക് പ്രകാശാനന്ദയും മറ്റൊരു സന്യാസിയും അവർ രണ്ടുപേരും മത്സര രംഗത്തേക്കും വന്നു. അപ്പോൾ ഇതിനുശേഷം ശാശ്വതികാനന്ദ UK-യിലേക്ക് ഒരു വിസിറ്റിന് പോയി, അവിടെ പര്യടനത്തിന് പോയി. പക്ഷെ ആ സമയം കൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിലുള്ള 3 സന്യാസിമാർ നോമിനേഷൻ കൊടുത്തില്ല. പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് നോമിനേഷൻ കൊടുക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ ശിവഗിരിയിൽ വോട്ട് ചെയ്യുന്ന സന്യാസിമാരെല്ലാം ശിവഗിരിയിൽ തന്നെ താമസിക്കുന്നവരല്ല, വിവിധ സന്യാസ സങ്കേതങ്ങളിലൊക്കെ ആയിട്ട് ആശ്രമങ്ങളിലൊക്കെ ആയി പല സ്ഥലങ്ങളിൽ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവരിവിടെ നോമിനേഷൻ കൊടുത്തില്ല ഈ 3 പേര്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇവിടെ അത് കൈവല്യാനന്ദ സ്വാമി എന്ത് ചെയ്തു, അവിടെ പകരം ഒരു അഡ്ജസ്റ്റ്മെന്റിന് എന്ന നിലയ്ക്ക് 3 ശിഷ്യന്മാരെ, അദ്ദേഹം അവിടുത്തെ ആശ്രമത്തിലെ പാഠശാലയുടെ നിയന്ത്രണമൊക്കെ ആ സമയത്ത് കൈവല്യാനന്ദ സ്വാമിയുടെ കയ്യിലാണ്. അദ്ദേഹം അവിടേക്ക് 3 പേരെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ന മട്ടിൽ ശാശ്വതികാനന്ദ പോലും അറിയാതെ 3 പേരെ നോമിനേഷൻ കൊടുപ്പിച്ചു. വിദ്യാർത്ഥികളാണ് ആശ്രമത്തിലെ, അവരെ കൊണ്ടുകൂടി നോമിനേഷൻ കൊടുപ്പിച്ചു. അതിലൊരാളന്ന് ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു എന്ന് വരെ ആരോപണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമിനേഷൻ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ തിരിച്ച് ശാശ്വതികാനന്ദ സ്വാമി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കളി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പിടികിട്ടുന്നത്. അപ്പോഴേക്ക് സമയം വൈകി, നോമിനേഷൻ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ കൈവല്യാനന്ദ സ്വാമിയും ശാശ്വതികാനന്ദ സ്വാമിയും തമ്മിൽ ഒരു ധാരണയിലെത്തി. അതായത് കൈവല്യാനന്ദ സ്വാമിയാണല്ലോ 3 ശിഷ്യന്മാരെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്, അതായത് അദ്ദേഹം അന്ന് പറയുന്നത് ഈ 7 പേരുടെ കോറം തികയുന്ന രീതിയിലേക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പേരെ മത്സരിപ്പിക്കുന്നു, അവരെ നമുക്ക് പിൻവലിപ്പിക്കാം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരെ പിൻവലിപ്പിച്ചിട്ട് നമുക്ക് സീനിയർ ആയിട്ടുള്ള ഈ സന്യാസിമാരെ തന്നെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷെ ഇലക്ഷൻ നടന്നപ്പോൾ വളരെ കൃത്യമായി പ്രകാശാനന്ദ ജയിച്ചു, ഇത് പാനലിന് പുറത്തു നിന്ന്. മാത്രമല്ല ഈ പാനലിൽ ഉണ്ടായിരുന്ന കൈവല്യാനന്ദയും കൈവല്യാനന്ദ ശിഷ്യന്മാരായ 3 പേരും ജയിച്ചു. അപ്പൊ സ്വാഭാവികമായി ഇവിടെ സംഭവിക്കുന്നത് 5 പേരുടെ വേറൊരു, അതായത് കൈവല്യാനന്ദ, പ്രകാശാനന്ദ, ശിഷ്യന്മാർ 3 പേര്, അങ്ങനെ 5 പേരുടെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് അതിനകത്ത് രൂപപ്പെട്ടു. ഇപ്പുറത്ത് ശാശ്വതികാനന്ദ സ്വാമി ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതൊരു കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് കരുതിയിട്ട് ശാശ്വതികാനന്ദ സ്വാമി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊപ്പം മത്സരിച്ച് ജയിച്ച 5 പേരെ കൊണ്ട് രാജിവെപ്പിച്ചു. രാജിവെപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്വാഭാവികമായി, കാരണം ഇവർ പിൻവലിക്കാൻ കൂട്ടാക്കുന്നില്ല, കൈവല്യാനന്ദ ഈ ശിഷ്യന്മാരെ കൊണ്ട് ഈ ഇത് പിൻവലിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ട്. സ്വാഭാവികമായിട്ട് ഇത് കോടതിയിലേക്ക് പോയി, ആറ്റിങ്ങൽ സബ് കോടതിയിലേക്ക് പോയി. ഈ സ്വാഭാവികമായി ഇതൊരു സിവിൽ കേസ് പോലെ ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ കാലങ്ങളോളം നീണ്ടുപോകുന്ന ഒരു കേസായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്നൊരു പരിഹാരം വേണം എന്നുള്ള മട്ടിൽ ഇവിടെ ഈ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പിന് വേണ്ട വിധി അനുകൂലമായി സമ്പാദിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ. ആ തെരഞ്ഞെടുപ്പിൽ ശാശ്വതികാനന്ദ പക്ഷത്തുണ്ടായിരുന്ന മുഴുവൻ സന്യാസിമാരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അന്ന് കൈവല്യാനന്ദയും പ്രകാശാനന്ദയും ഒക്കെ തോറ്റു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ അംഗീകാരം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ മറ്റൊരു തരത്തിൽ റദ്ദാക്കുന്ന തരത്തിലേക്കോ അതിനെ മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടക്കാല വിധി നേടിയെടുക്കാൻ കൈവല്യാനന്ദ പക്ഷത്തിന് കഴിഞ്ഞു. അതിന് കാരണമുണ്ട്, ആറ്റിങ്ങൽ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണല്ലോ. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ശാശ്വതികാനന്ദ സ്വാമി പുള്ളിയുടെ ഒപ്പം നിന്ന് 5 പേരെ രാജിവെപ്പിച്ചു. ബാക്കിയുള്ള ആളുകൾ അടങ്ങുന്ന ആ കമ്മിറ്റിയെ തിരിച്ച് ഭരണം ഏൽപ്പിക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യത്തിന്റെ വിധി വന്നു. അത് അന്ന് ജസ്റ്റിസ് മുഹമ്മദ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ജസ്റ്റിസ് മുഹമ്മദിന്റെ ബെഞ്ചിലുണ്ടായിരുന്ന കേസ് ഒറ്റ ദിവസത്തേക്ക്, അദ്ദേഹം അവധിയിൽ പോയ ദിവസം ഒറ്റ ദിവസത്തേക്കാണ് ഈ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിലേക്ക് വരുന്നത്. ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം എന്ത് ചെയ്തു, അത് പാർട്ട് ഹേഡെന്ന് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കേട്ടു തുടങ്ങി കേസ്. അതുകൊണ്ട് ഇനിയിപ്പം ബാക്കി പിന്നീട് വാദം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെയ്തു. അദ്ദേഹമാണ് ഈ ഇടക്കാല വിധി കൊടുത്തത്. അപ്പൊ അദ്ദേഹം ഇടക്കാല വിധി കൊടുത്തത് ഇവർക്ക് ഭരണം തിരികെ ഏൽപ്പിക്കണം എന്നുള്ള രീതി. അതിനു വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും ചർച്ചകളുമാണ് പിന്നീട് ഉണ്ടാവുന്നത്. കൈവല്യാനന്ദ പക്ഷം എന്ന് പറയുന്നത് ഹിന്ദുത്വവാദികളായ സന്യാസിമാരുടെ ഒരു പക്ഷം എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിന്നെ പ്രകാശാനന്ദയും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ പാഠശാലയിലെ ചുമതല ഇദ്ദേഹത്തിന് കൈവന്നതോടെ, കൈവല്യാനന്ദയ്ക്ക് കൈവന്നതോടെ, അദ്ദേഹം ശിവഗിരിയിൽ നിന്ന് സന്യാസം നേടിയിട്ടുള്ള ആളല്ല, അദ്ദേഹം പുറത്തുനിന്ന് സന്യാസം നേടി വന്നയാളാണ് ഇവിടേക്ക്. പക്ഷെ അദ്ദേഹം അതുവരെയുള്ള ശ്രീനാരായണ ധർമ്മത്തെ മാറ്റിവെച്ച് അവിടെ ശങ്കര ധർമ്മത്തെ കയറ്റിയിരുത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അപ്പോൾ ഇതിനെ ഒരു ഹിന്ദുത്വ സങ്കേതമാക്കി മാറ്റുന്നു എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ. ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല, ഇതൊരു
ഹിന്ദു സന്യാസ സങ്കേതമല്ല എന്ന് ശാശ്വതീകരണത്തി. അങ്ങനെ തന്നെയാണ് പരസ്യമായി അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ SNDP നേതൃത്വവും ശിവഗിരി മഠവും തമ്മിൽ വലിയ തർക്കമാണ് അന്നത്തെ. ഇപ്പൊ ഈ AK ആന്റണി ഇതിനകത്ത് കുഴപ്പം കാണിച്ചു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഗോപിനാഥൻ അടക്കമുള്ളവർ അന്ന് ഈ യഥാർത്ഥത്തിൽ കൈവല്യാനന്ദ പക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് അവരെ ഭരണം ഏൽപ്പിക്കണം എന്നുള്ള നിലപാടാണ് ശാശ്വതയാതിക്ക്. കാരണം SNDP യോഗ നേതൃത്വം ഇപ്പോൾ വെള്ളാപ്പള്ളി നടക്കം വലിയ ആളാണ്, പക്ഷേ അന്ന് അതിനേക്കാൾ വലിയ ആളാണ് ശാശ്വതയാനന്ദ. അന്ന് വെള്ളാപ്പള്ളി നടക്കം ഇല്ല, അദ്ദേഹമല്ല ഇതിന്റെ സംഘടനയെ നയിക്കുന്നത്. ഈ ഗോപിനാഥൻ വക്കീലിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് സംഘടന നയിക്കുന്നത്, രാഹുലൻ അങ്ങനെ ചിലരാണ് സംഘടനയെ നയിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവര് യഥാർത്ഥത്തിൽ കൈവല്യാനന്ദ പക്ഷത്തേട് പിന്തുണ കൊടുക്കുന്നത് അത് ഹിന്ദുത്വ സന്യാസിമാരെ ഇവിടേക്ക് കുടിയിരുത്താൻ വേണ്ടിയിട്ടല്ല, പകരം ഈ ഇദ്ദേഹത്തോടുള്ള ശാശ്വതീകാനന്ദ സ്വാമിയോടുള്ള ശത്രുത, അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം സംജാതമായി. അപ്പം സ്വാഭാവികമായും സർക്കാർ മുന്നിലേക്ക് എത്തി. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായങ്ങളിൽ ഒന്നാണ്, ഒരു വലിയ വോട്ട് ബാങ്കാണ്. ആ നിലയ്ക്കൊക്കെ പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. പിന്നെ അന്ന് ഈ ശ്രീനാരായണ ഗുരുവിന്റെ ലെഗസി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അതിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും. സർക്കാർ എന്ത് തീരുമാനിച്ചു? ഒരു ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതി ആ ഉപസമിതിയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ എന്ന് പറയുന്നത് KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും CV പത്മരാജനും എല്ലാവരും അടങ്ങുന്ന ഒരു ഉപസമിതിയാണ് വെച്ചത്, മന്ത്രിസഭാ ഉപസമിതി. പക്ഷെ ആ മന്ത്രിസഭാ ഉപസമിതിയുടെ ചെയർമാൻ ഒരിക്കൽ പോലും അതിന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതാരാണ്? AK ആന്റണി ഒരിക്കൽ പോലും അതിന്റെ യോഗത്തിൽ പങ്കെടുത്തില്ല. കാരണം കോടതിയിൽ കിടക്കുന്ന കേസ്, കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു, കോടതി പല കേസുകളിലും പല അഭിപ്രായം പറയും, പക്ഷെ AK ആന്റണിക്ക് അതുപോലും സഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇമേജിന്റെ തടവറയിൽ കിടക്കുന്ന മനുഷ്യനാണ്. ചെറിയൊരു പരാമർശം ഉണ്ടായാൽ പിന്നെ രാജിവെച്ച് അദ്ദേഹത്തിന് ഇമേജ് തെളിയിക്കേണ്ട ആവശ്യം വരും. അതൊക്കെ കൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അങ്ങനെ നീട്ടി കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണമെന്നൊക്കെ ഇപ്പൊ AK ആന്റണി പറയുന്നുണ്ട്. അതിലെ കൗതുകകരമായ വശം, അത് ഓൾറെഡി ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ആത്യന്തികമായി പോലീസ് നടപടിയെ തെറ്റു പറയുന്നില്ല എങ്കിൽ കൂടി കൃത്യമായി സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് AK ആന്റണി സർക്കാർ. കാരണം ഈ ഉപസമിതി അത് തികച്ചും രാഷ്ട്രീയമായി നിയോഗിക്കപ്പെട്ട ഒരു ഉപസമിതിയാണ്. അത് ചില ഈ പറഞ്ഞ പോലെ പൊടിക്കൈകൾ പ്രയോഗിക്കാൻ വേണ്ടി നിയോഗിച്ചതാണ്. അതിന് വേണ്ട രീതിയിൽ ആ ഉപസമിതി പ്രവർത്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. സത്യമാണ്. കാരണം അതിനെ ചെയർ ചെയ്യുന്ന ആൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ള പണിയെടുത്തിട്ടില്ല, യോഗത്തിനെത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് KPC പ്രസിഡന്റ് വയലാർ രവിയാണ്. വയലാർ രവി അറിയിച്ചിട്ടില്ല, ഉപസമിതി അംഗങ്ങളായിട്ടുള്ള മാണിയെയോ കുഞ്ഞാലിക്കുട്ടിയെയോ മറ്റാരെയും അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാളോടും മിണ്ടാതെ അദ്ദേഹം പോലീസ് നടപടിക്ക് വേണ്ടി, ശങ്കർ റെഡ്ഡി ആണെന്ന് റൂറൽ SP, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ശിവഗിരി വളയുന്നു. 9-ാം തീയതി മുതൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നു. 11-ാം തീയതിയാണ് ഈ നടപടിയിലേക്ക് കിടക്കുന്നത്, വെളുപ്പിന്. അപ്പോൾ അതിന് ഈ നടപടിയെല്ലാം ഉറപ്പാക്കിയതിന് ശേഷം, അതായത് ഒരു ഇരുചെവി അറിയാതെയാണ്, തലേ ദിവസം വൈകിട്ട് വയലാർ രവി വിളിച്ച് ചോദിക്കുന്നുണ്ട്. KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയോട് വിളിച്ച് ചോദിക്കുകയാണ്, എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോയി കളഞ്ഞു. അവിടെ ഒരു പരിപാടി, അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടിയില്ല, വ്യക്തിപരമായ പരിപാടിയില്ല, അവിടെ വെറുതെ ഇരിക്കുക. അപ്പോ അന്ന് PJ കുര്യൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. PJ കുര്യൻ പിന്നീട് വന്ന് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് എന്നോട് പറഞ്ഞില്ല അവിടെ പോലീസ് നടപടി ഉണ്ടാവുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് തീർച്ചയായും AK ആന്റണിയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്, ഇത് ഭരണം കൈമാറണം എന്ന് പറയുന്നവർ പോലും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അവിടെ പോലീസ് കയറരുത്, ആ നിലയ്ക്ക് ഒരു സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ്. പക്ഷെ AK ആന്റണി പറഞ്ഞത് അവിടെ ആയുധ കൂമ്പാരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ പോലീസിന്റെ വെർഷൻ, ഏത് ഭരണാധികാരിയും പോലീസ് പറയുന്ന വെർഷൻ അങ്ങനെ തന്നെ എടുത്താൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. അവിടെ വലിയ ആയുധ കൂമ്പാരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ നടപടിയിലേക്ക് കിടക്കുന്നത്. വെളുപ്പിനെ ഈ മുഴുവൻ അങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിട്ട് അവിടേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഓപ്പറേഷനായിരുന്നു. അതായത് ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാർ അവിടേക്ക് ഇരച്ചു കയറി, ശരിക്കൊരു പോലീസ് ഓപ്പറേഷൻ തന്നെയാണ്, അല്ലാതെ മറ്റൊരു തരത്തിൽ. കാരണം ഞാനത് വേണേൽ വായിച്ചു കേൾപ്പിക്കാം. കാരണം അന്നത്തെ കേരള കൗമുദിയുടെയൊക്കെ റിപ്പോർട്ട് അങ്ങനെ തന്നെ. അതിനുശേഷം കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന MS മാണി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് വെളുപ്പിന് 5:15 2 പോലീസ് വാനുകൾ ശിവഗിരി കുന്നിന്റെ താഴെ വന്ന് നിന്നു. അപ്പൊ സ്വാമിമാരും നേതാക്കന്മാരും പ്രധാന കവാടത്തിനടുത്ത് ചെന്നു. അതിന് തൊട്ടു പിന്നാലെ നിരവധി പോലീസ് വാഹനങ്ങൾ വന്നു. ഈ സ്വാമിമാരും ഈ നേതാക്കന്മാരും ഒക്കെ ചെന്നത് കോടതി ജാമീനായിരിക്കും വരുന്നത്, അദ്ദേഹത്തെ സ്വീകരിക്കാം എന്ന് കരുതിയിട്ടാണ് ഇവർ പോയി നിൽക്കുന്നത്. SNDP യോഗത്തിന്റെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രതാപ് സിംഗ് അടക്കമുള്ളവരാണ് ഈ പോയി നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവര് ഇവിടെ മുന്നിൽ പോയി നിൽക്കണം. പക്ഷെ പെട്ടെന്ന് പോലീസ് ശിവഗിരിയിലേക്ക് ഇരച്ചു കയറി. മുഴുവൻ കറണ്ട് പോയി. ശിവഗിരിയിലും പരിസരത്തുള്ള മുഴുവൻ കറണ്ട് കട്ട് ചെയ്തിട്ട്
ശിവഗിരിയിലേക്ക് ഇരച്ചു കയറി. ആമീനെ കാത്ത് മുന്നിൽ നിന്ന സന്യാസിമാരും സമുദായ നേതാക്കന്മാരുമാണ് ലാത്തിയടിക്ക് ആദ്യ ഇരയായത്. ആമീൻ വരുന്ന രംഗം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ലേഖകൻ കെ ജയപ്രകാശിനും അടിയേറ്റു. പലരുടെയും തലപൊട്ടി ചോരയൊഴുകി. ഒരു സന്യാസിയുടെ കണ്ണ് തകർന്നു. ചിലരുടെ കയ്യും കാലും ലാത്തിയടിയേറ്റ് ഒടിഞ്ഞു. ഗസ്റ്റ് ഹൗസ്, പർണശാല ഇവയൊക്കെ പോലീസ് ചവിട്ടിപ്പൊളിച്ചു. കെടാവിളക്ക് വലിച്ചെറിഞ്ഞു. ലാത്തി കൊണ്ട് കുത്തി ശാരദാമഠത്തിന്റെ കണ്ണാടി ചില്ലുകൾ പൊട്ടിച്ചു. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ തല്ലി തകർത്തു. കെട്ടിടങ്ങൾക്കകത്ത് കയറി കണ്ടതൊക്കെ തകർത്തു. അടിയേക്കാൾ ഭയങ്കരമായിരുന്നു ചീത്തവിളി. ഒരു സംഘം ചട്ടിപ്പോലീസ്, അന്ന് ചട്ടിപ്പോലീസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാമ്പിലെ പോലീസിനെയാണ്, ചട്ടിത്തൊപ്പി വെച്ച് വരുന്ന പോലീസ്. ഒരു സംഘം ചട്ടിപ്പോലീസ് ഗുരുദേവ സ്മരണയെ തെറികൊണ്ട് അഭിഷേകം ചെയ്യുകയും സന്യാസിനിമാരെ ലാത്തി കൊണ്ട് അടിക്കുകയും രണ്ടുപേരുടെ സാരി വലിച്ചു കീറുകയും ചെയ്തപ്പോൾ ലോക്കൽ പോലീസിൽ ഒരു വിഭാഗം ആ പോലീസിനെ തടഞ്ഞു. പിന്നെ കുറച്ചു സമയം അവർ തമ്മിലായി ചീത്തവിളി അടിയും. ഇത് പോലീസ് തമ്മിലടിച്ചു. അവിടെ സത്യാഗ്രഹ പന്തലിൽ കയറിയും ഈ പോലീസ് വീര്യം തീർത്തു. 5 ദിവസമായി നിരാഹാരം അന്വേഷിച്ചു വന്ന മോഹൻ ശങ്കറിനെ തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു. അവിടെ ഇട്ട് വളഞ്ഞു നിന്ന് അടിച്ചു. അടി കൊണ്ടു വീണ പലരെയും പോലീസ് ബൂട്ടിട്ട് ചവിട്ടി. മണിനാഥം നിലച്ച ശാരദാമഠത്തിന് മുന്നിൽ ഗുരുദേവ ഭക്തരുടെ ദീനരോധന ഉയർന്നു. മഹാസമാധിയിൽ ഓടിക്കയറാൻ ശ്രമിച്ച പോലീസിനെ ലോക്കൽ പോലീസ് തടഞ്ഞു. അപ്പോഴേക്കും അവിടെ എത്തിയ ഒരു സബ് ഇൻസ്പെക്ടറാണ് പോലീസിനോട് മടങ്ങിപ്പോകാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് അന്ന് അവസ്ഥ. അപ്പൊ എന്നിട്ട് അവിടുത്തെ എന്താ വെച്ചാൽ പൈശാചികമായ ലാത്തിച്ചാർജാണ് ശിവഗിരി നടന്നത്. ആരോടോ വാശി തീർക്കുന്നത് പോലെയാണ് പോലീസിന്റെ അഴിഞ്ഞാട്ടം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തിയ പർണശാല ചവിട്ടിപ്പൊളിച്ച പോലീസിനെ വിലക്കാൻ ശ്രമിച്ച പ്രതാപ് സിംഗിനെ ചവിട്ടി വീഴ്ത്തി. ഇങ്ങനെയാണ് അതായത് അവിടുത്തെ പോലീസ് നടപടി. അതായത് പോലീസ് നടപടി എന്ന് പറയുമ്പോൾ അവിടെ പോലീസ് എന്തോ ഇവിടെ അധികാര കൈമാറ്റത്തിന് വേണ്ടി അവിടെ കയറി പിടിച്ചു മേടിച്ചു കൊടുത്തു എന്ന നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. ഇതാണ് അന്നത്തെ അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഈ നിലയ്ക്കാണ് അത് സംഭവിച്ചതെന്നുള്ളത്. ഈ മദനിയിലേക്ക് ചിത്രത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനൊരു കാരണം അബ്ദുൽ നാസർ മദനി ISS ഒക്കെ രൂപീകരിച്ച് അത് വലിയ അങ്ങേയറ്റം വർഗീയമായ പരാമർശങ്ങളും ഒക്കെ നടത്തുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതിനെല്ലാം ശേഷം ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ മദനിക്ക് അത് കൈവിട്ട് പോകുന്നു തോന്നുമ്പോൾ മദനി ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഉപേക്ഷിച്ചിട്ട് PDP രൂപീകരിച്ചു. PDP എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിനെ അവർ ഡിസൈൻ ചെയ്തത് ഒരു സെക്യുലർ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അന്നത്തെ ഈ ശിവഗിരി മഠത്തിന്റെ ഉപദേശക സമിതി അംഗവും ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന സുവർണകുമാർ എന്ന് പറയുന്ന നേതാവ് PDPയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോ അതാണ് ഈ PDP ബന്ധം എന്ന് പറയുന്ന സംഗതി. മാത്രമല്ല അന്ന് PDP ഈ കാര്യത്തിൽ ഒരു മതേതര ആത്മീയ സങ്കേതമായ മതാതീത ആത്മീയത എന്നാണ് ശാശ്വതീയാനന്ദ അതിനെ എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത്തരം ഒരു സങ്കേതത്തെ ഈ നിലയ്ക്ക് ഹിന്ദുത്വ വർഗീയവാദികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പോൾ ഒരു സെക്യുലർ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വർക്കല മൈതാനത്ത് ഒരു യോഗം സംഘടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഈ യോഗവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വർക്കലയിലേക്ക് PDP പ്രവർത്തകർ ഈ PDP പ്രവർത്തകരെ മുഴുവൻ വരുന്ന വഴിക്ക് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. PDP പ്രവർത്തകർക്ക് ഇവിടെ മർദ്ദനമേറ്റു എന്ന് പറയുന്നതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. അത് അങ്ങനെയാണ് സർക്കാരും RSSും പിന്നീട് പ്രചരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ മർദ്ദനമേറ്റ ഒരു PDP പ്രവർത്തകനെ കാണിച്ചു തരണമല്ലോ, പരിക്കേറ്റ ഒരാളെ കാണിച്ചു തരണം. അത് വേറെയാണ്. അത് ഈ പരിസരത്ത് ഇതിൽ നിന്നല്ല, ഇത് ശിവഗിരി കുന്നുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളവരല്ല, അവർ വേറെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ളവരാണ് എന്നാണ് അതിനുശേഷം പിന്നീട് ആ വിഷയത്തെ വിശദീകരിച്ചത്. അത് ശാശ്വതീയാനന്ദ അടക്കമുള്ളവരെ വിശദീകരിച്ചതും ആ നിലയ്ക്ക് തന്നെയാണ്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അബ്ദുൽ നാസർ മദനിയും ശാശ്വതീയാനന്ദയും ഒക്കെ കൃത്യമായി പരസ്പരം രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അന്നത്തെ അതിനുശേഷം ശാശ്വതീയാനന്ദയുടെ മരണവും അബ്ദുൽ നാസർ മദനിയുടെ ജയിലിലേക്കുള്ള പോക്കും ഉണ്ടായില്ലായിരുന്നെങ്കിൽ കൗതുകകരമായി മാറിയനെ കേരളത്തിലെ രാഷ്ട്രീയം എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിന് സമാന്തരമായി, ഇതിന് ബദലായി, ഇപ്പോൾ അതുവരെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ബദലായി വലിയ സമൂഹമാണ് മുസ്ലിം സമൂഹം, വലിയ സമൂഹമാണ് ഈഴവ സമൂഹം. ഇവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ സാധ്യതയാണ് ആ സമയത്ത് തേടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ കർശനമായ നിലപാട് പറഞ്ഞ് ഇടപെടാൻ കുഞ്ഞാലിക്കുട്ടിയെ അടക്കം പ്രേരിപ്പിച്ച ഘടകവും അന്നത്തെ PDPയുടെ വളർച്ചയും അന്നത്തെ PDPക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഇടപെടൽ ശേഷിയും ഒക്കെ തന്നെയായിരുന്നു. കൈവല്യാനന്ദ സ്വാമിയുടെ കാര്യം, അദ്ദേഹം പൂർവാശ്രമത്തിൽ RSS പ്രചാരകനായിരുന്നു എന്നാണ് ഇന്ന് ശാശ്വതീയാനന്ദ പറഞ്ഞിരുന്നത്. അദ്ദേഹം ആ നിലയ്ക്ക് RSSന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. ഇതെല്ലാം ഭയങ്കര കൗതുകകരമായ സംഗതിയാണ്. അതായത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം അവിടെ ശിലാസ്ഥാപനത്തിന് വേണ്ട ഈ രഥയാത്ര ജാഥ നടക്കുന്നു. അതിന്റെ വിളക്ക് തെളിക്കേണ്ടത് അരുവിപ്പുറത്തെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്തെ ക്ഷേത്രത്തിൽ നിന്നാണ് എന്ന ആഗ്രഹമാണ് RSS എന്ന് പ്രകടിപ്പിച്ചത്. അത് പറ്റില്ല എന്ന് ശാശ്വതീയാനന്ദ പറഞ്ഞു. RSSന് അതിനുള്ള ഒരു സാധ്യതയില്ല, RSSന് അതിനുള്ള അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു.
ആ സമയത്ത് തന്നെ RSS വലിയ ശത്രുതയിലേക്ക് പോകുന്നുണ്ട് ശാശ്വതജാനന്ദ സ്വാമിയായിട്ട്. അപ്പോൾ അന്ന് മുതൽ RSSന്റെ ഒരു ലക്ഷ്യമാണ് ശിവഗിരി എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് വേണ്ട ശ്രമങ്ങൾ അവർ നടത്തി. അതിൽ അന്നത്തെ SNDP യോഗ നേതൃത്വം ഈ രസം എന്താണെന്നറിയോ, അന്നത്തെ SNDP യോഗ നേതൃത്വം കോൺഗ്രസ്സുകാരാണ്. ഈ ശാശ്വതജാനന്ദ സ്വാമിയും കോൺഗ്രസ് അനുഭാവിയാണെന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ്. അന്നത്തെ സർക്കാർ കോൺഗ്രസ് ആണ്. പക്ഷേ ആത്യന്തികമായി അന്ന് സംഭവിച്ചത് ഈ RSS അനുകൂല അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ സന്യാസ സംഘത്തിന്, അതല്ലെങ്കിൽ അവർ ആ സങ്കല്പത്തിലേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി സർക്കാർ നടപടി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ AK ആന്റണിക്ക് അങ്ങനെ കൈകഴുകി ഒഴിയാനാവില്ല. അതിനൊരു കാരണം, ഇതിന് ശേഷം കേരളത്തിൽ ബന്ദ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിന്റെ ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഹർത്താലും ബന്ധമൊക്കെ വിവിധ സംഘടനകളാണ് പ്രഖ്യാപിക്കുന്നത്. SNDP യോഗം ഹർത്താൽ പ്രഖ്യാപിക്കുന്നുണ്ട്, മറ്റു സംഘടനകൾ പലരും ബന്ദ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചയായി നടന്ന ആ ഹർത്താലിലും ബന്ദിലും രണ്ടിടത്ത് പോലീസിന്റെ വെടിവെപ്പുണ്ടായി. ആ രണ്ടിടത്ത് പോലീസ് വെടിവെപ്പിൽ ഒരിടത്ത് ഈ കിടങ്ങറയിൽ ശിവദാസൻ എന്ന് പറയുന്ന 34-കാരനെ പോലീസ് വെടിവെച്ച് കൊന്നു. അതുപോലെ 10, 12, 13 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം അതായത് ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന്റെ തുടർച്ചയായി പിന്നീട് ഉണ്ടാവുന്ന സംഘർഷങ്ങൾ കൂടിയാണ്. ഇപ്പൊ അത് ആളുകൾ പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രശ്നം. അതുകൂടി ഇതിന്റെ കൂടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളിപ്പോ ഏതായാലും ഇത് ഓർത്തു പോകാൻ ആലോചിക്കുന്ന സമയത്ത് അത് ഓർത്തു പോകേണ്ടതാണ്. ഇത് പിന്നീട് രാഷ്ട്രീയമായിട്ട് AK ആന്റണിക്ക് വലിയൊരു തിരിച്ചടിയായി. തീർച്ചയായിട്ടും. കാരണം ആ സമയത്ത് അന്ന് CV പത്മരാജൻ മന്ത്രിയാണ്. CV പത്മരാജൻ ഇതിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിലുണ്ട്. അദ്ദേഹം ആണ് ആകെ AK ആന്റണിക്കൊപ്പം നിന്ന് ആ മന്ത്രിസഭയിലെ ഒരു അംഗം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ ചെയ്തത് ശരിയായില്ല എന്ന്, പോലീസിനെ അവിടെ കയറ്റരുതായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് നമുക്കറിയാലോ ചാരക്കേസ് വന്നു. K കരുണാകരനെ ഇവിടെ നിന്ന് ഡൽഹിക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രിയായിട്ട് K കരുണാകരനെ കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ചു നിൽക്കുന്ന സമയമാണ് AK ആന്റണി ഇവിടെ അധികാരം പിടിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ അടങ്ങുന്ന ആ സംഘത്തിന്റെ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് സംസ്ഥാനത്തിന്റെ അധികാരം വന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇദ്ദേഹം K കരുണാകരൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരിക്കലും ഞാനായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം K മുരളീധരന്റെ പ്രതികരണം കണ്ടപ്പോൾ അത് UDF തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ഈ പഴയ ചരിത്രം എത്ര പെട്ടെന്ന് ആളുകൾ മറന്നു പോകുന്നു എന്നുള്ളത് ഓർക്കുന്നത്. K മുരളീധരൻ അതെന്തായാലും മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസരിച്ച് അവർക്ക് വഴങ്ങിയേ മതിയാവൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. കാരണം K കരുണാകരൻ അതിനിശിതമായി ഇതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഞാനായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നുതരാണ്. പിന്നെ ശാശ്വതീകാനന്ദ സ്വാമിക്കെതിരെ വളരെ വ്യാപകമായിട്ടുള്ള കഥകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഗുണ്ട നേതാവിനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെതായ തരത്തിൽ സമ്പത്ത് ആർജിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണങ്ങൾ ആ സമയത്ത് വന്നു. അന്ന് അറിയപ്പെടുന്ന ഈ ശിവഗിരി മഠം അല്ലെ ശ്രീനാരായണീയർ എന്നുള്ള നിലയ്ക്ക് തന്നെ അറിയപ്പെടുകയും ഇക്കാര്യങ്ങളിൽ അഭിപ്രായം ആളുകൾ ഗൗരവത്തോടെ കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ മറ്റു പലരും ഉണ്ടായിരുന്നു. ഒന്ന് കുമാർ അഴീക്കോട്, പ്രൊഫസർ MK സാനി തുടങ്ങിയവരൊക്കെ അന്ന് ശാശ്വതീകാനന്ദ സ്വാമിക്ക് എതിരായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ആ കാലത്ത്. അതിന് കാരണം അവിടെ ഇതിനെ ഒരു സമ്പത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു, ഈ സന്യാസിമാർ സമ്പത്ത് ആർജിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. പക്ഷേ അന്ന് അതിനെയാണ്, അതായത് സമ്പത്ത് എന്നുള്ളതിനെയാണ് ഒരു പോയിന്റായി അവതരിപ്പിച്ചത്. അന്ന് ഇവർക്ക് ആർക്കും ഈ ഹിന്ദുത്വ എന്നതിലേക്ക് ഇവർക്ക് അന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇല്ല. ഇവരുടെ ചിന്തയെ അവിടെ ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർക്ക്. ഇവർ അതിനപ്പുറത്ത് അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതിനപ്പുറത്ത് ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ സമ്പത്തിന്റെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു എന്നത് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിനകത്തെല്ലാം ഈ ആരോപണം ഉന്നയിച്ച സന്യാസിമാരാണ് അപ്പുറത്ത് നിന്നവർ. ഈ കൈവല്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ന്യൂനപക്ഷമായിരുന്നു കേട്ടോ. ഈ കോടതി വിധിയില്ലെങ്കിൽ, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയും നടന്നിട്ടില്ലെങ്കിൽ, അതിനനുകൂലമായി കോടതി നിന്നിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ പ്രകാശാനന്ദയ്ക്ക് മഠാധിപതിയാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൈവല്യാനന്ദ അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഈ ഹിന്ദുത്വ ആശയങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ അതിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വളരെ അപൂർവമായ ഒരു ചരിത്ര സന്ദർഭമാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്.